അതായത് നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്ന സൗണ്ട് എഫക്ട്സ് നമ്മൾ ഇതാ ഇവിടെ ലൈവായിട്ട് പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള നമ്മൾ കാണുകയാണ് അല്ലേ? ശരി, നമുക്ക് അപ്പൊ അത് ഓരോന്ന് പെർഫോമൻസ് ആദ്യം കാണാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് വിശേഷങ്ങളും പറഞ്ഞു പോകാം. അപ്പം ഇതിന് എങ്ങനെയാണ് പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ, എത്ര തരം പ്ലാസ്റ്റിക് കവേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മള് പുട്ടിന്റെ കവറിന്റെ പല ഐറ്റങ്ങളല്ലേ, നമുക്ക് അത് എടുക്കാം. ഇതിൽ ഓരോന്നും കാണിച്ചു പോകാം. മാസ്റ്റേഴ്സ്, അപ്പൊ നമ്മൾ അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ടേബിളിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടില് നമ്മൾ സാധാരണ കണ്ടുവരുന്ന സാധനങ്ങൾ, ഗിഫ്റ്റ് റാപ്പ് ഉണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഈ ഫുഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവല്ലോ, പൊടി, അരിപ്പൊടിയുടെ ഒക്കെ, അതിന്റെ ഒക്കെ ഒരു ഇതുണ്ട്, ഒരു കോമ്പ് ഉണ്ട്, ബോട്ടിൽ ഉണ്ട്. അപ്പൊ നമ്മൾ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ? എന്താണ് ആദ്യം ചെയ്യുന്നത്? നമുക്ക് വെടിക്കെട്ട് നോക്കാം. വെടിക്കെട്ട് ഗംഭീരമായിരിക്കും. ആദ്യം തന്നെ വെടിക്കെട്ടോടെ മാലപ്പടക്കത്തിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഇത് സാധാരണ വീടുകളിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പ്ലാസ്റ്റിക് കവറാണ്. അത് നമ്മൾ ടൈറ്റ് ആക്കി വെക്കുക. ഓക്കെ. പിന്നെ ഇത് ഗിഫ്റ്റ് പൊതിയുന്ന ഒത്തിരി ശബ്ദം കൂടിയ ടൈപ്പാണ്. അപ്പൊ നമുക്കിത് മാലപ്പടക്കത്തിന് ഒപ്പം തന്നെ ഗുണ്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ശബ്ദത്തിനാണ് നമ്മളിത് പടക്കമാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. മാലപ്പടക്കം കൊളുത്തിട്ടേ അപ്പൊ ഞാൻ കൊടുത്തോ കൊളുത്താൻ പോണേ. കൊളുത്തി കൊളുത്തി കൊളുത്തി. സൂപ്പർ, കുഴപ്പമില്ല കുഴപ്പമില്ല, അടിപൊളി അടിപൊളി അടിപൊളി. അത് കൊള്ളാം. നമ്മള് വിഷ്വലി ഒരു സാധനം കൂടെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഈ വരുന്ന സാധനമാണ് ഈ കവേഴ്സ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും അല്ലെ നമ്മൾ ചെയ്യുമ്പോഴും. അപ്പൊ കുറച്ചേ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. പൊട്ടുന്നതിന് മുമ്പ് മാലപ്പഴക്കം അവിടെ തീരണം. കൊള്ളാം. എന്തായാലും പടക്കം അടിപൊളിയായിരുന്നു. ഇനി അടുത്ത ട്രെയിൻ പോകുന്ന ശബ്ദം നോക്കാം. ഈ ഗിഫ്റ്റ് റാപ്പ് വെച്ച് ട്രെയിൻ പോകുന്നത് ട്രെയിനാണ്, ശ്രദ്ധിച്ചോളാം. നമ്മുടെ ട്രെയിൻ റെഡിയാണേ. ഞാൻ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവാണ്. ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവാണ്. ഗ്രീൻ സിഗ്നൽ കാണിച്ചിരിക്കും. ട്രെയിൻ വരട്ടെ. കൊള്ളാം. നമ്മള് ട്രെയിനിൽ ഇരുന്ന് സഞ്ചരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പോലെ അല്ലേ? ഗംഭീരായിരുന്നു ഗംഭീരായിരുന്നു. അപ്പൊ അങ്ങനെ ഗിഫ്റ്റ് റാപ്പ് കൊണ്ട് നമ്മൾ ട്രെയിനിലും സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത എന്താണ്? കുട്ടിയുടെ കവറുകൊണ്ട് നമുക്ക് ആപ്പയുടെ ഓട്ടോ ഇല്ലേ? ഓട്ടോ അത് പോകുന്ന രീതി, ഓട്ടോയുടെ സൗണ്ട് ആണ്. ഈ ഗിഫ്റ്റ് റാപ്പ് ആവശ്യമുണ്ടോ? നമ്മുടെ ഓട്ടോറിക്ഷ റെഡിയാണ്. ഓട്ടോറിക്ഷ വിടട്ടെ? ഓട്ടോ പോട്ടെ. അയ്യോ, അത് ഗംഭീരമായിരുന്നു കേട്ടോ. കൊള്ളാം കൊള്ളാം. ഓട്ടോ അങ്ങനെ ഓട്ടോ വന്ന് പോയിരിക്കുകയാണ്. അടുത്ത ഏതാണ്? ഇതിന്റെ വേറൊരു കട്ടി അഡ്ജസ്റ്റ് ചെയ്ത ഒരു കവറുണ്ട്, ഇത്തിരി ഒരു കട്ടി കൂടിയത്. നമുക്ക് തയ്യൽ മെഷീൻ ഇതിനകത്ത് വർക്ക് ചെയ്യാം. തയ്യൽ മെഷീൻ. ഓക്കെ. ഗംഭീരായിരുന്നു ഗംഭീരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ സൗണ്ടുകളും നമ്മളിപ്പോൾ കേൾക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സൗണ്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടി, അയ്യോ അത് മാറിപ്പോ. അതുകൊണ്ടാണ് നമ്മൾ സൈലന്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ഈ സൗണ്ടുകളൊക്കെ, അതായത് ഈ സൗണ്ട് എഫക്ട് ഫോളി എന്നല്ല പറയാ, ഫോളി. ഇങ്ങനെയാണ് ഫോളി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത്. പല സൗണ്ടുകൾ നമ്മൾ കേൾക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ തന്നെ പണ്ടൊക്കെ ഇലയിൽ കൂടെ നടക്കുന്ന സീൻ പോലെ ഇല ഡ്രൈ ലീവ്സ് കറക്റ്റ് അതുപോലെ ഇട്ടിട്ട് അതിന്റെ മേളിൽ കൂടെ ഒക്കെ നടത്തുന്ന സൗണ്ട് ഇവര് കറക്റ്റ് ആയിട്ട് എടുക്കും എന്നുള്ളത്. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെയും ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് എടുക്കുന്നത്, എന്തോരം എഫേർട്ട് എടുത്തിട്ടാണെന്നുള്ളത്. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മൾ ഈ മെറ്റീരിയൽ എടുത്താലാണ് ഇങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വാളിറ്റി വേണം എന്നൊക്കെ എങ്ങനെ ചേട്ടൻ മനസ്സിലാക്കിയത്? ഞാൻ ഇതുകൊണ്ട് പണ്ട് മുതലേ ശബ്ദം പല ടോണുകൾ വായിക്കും ഡെസ്കിൽ വെച്ച്. ഇത് വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ശബ്ദം കുറച്ചും കൂടി ക്വാളിറ്റി കൂടും. ഈ പ്ലാസ്റ്റിക്കിന്റെ കവർ മേശപ്പുറത്ത് വെച്ചിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ക്വാളിറ്റി കൂടും. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്ന ഓരോ സാധനങ്ങൾ, ഓരോ വസ്തുക്കൾ ഇതുപോലെ കിട്ടുമ്പോൾ അതിൽ നിന്നും എന്ത് സൗണ്ട് കിട്ടും എന്ന് ചേട്ടൻ പരീക്ഷിക്കാറുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ ലഭിക്കുന്നത്. വീട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടോ, അതോ ഇത് കിട്ടുന്ന ഈ സ്ക്രേപ്പ് ഒക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ഇതൊക്കെ നോക്കി എടുത്തോണ്ട് വരാറുണ്ടോ? എങ്ങനെയാ? ഇല്ല, വീട്ടിൽ തന്നെ കിട്ടും. അല്ലേ? വീട്ടിലൊക്കെ ഓരോ സാധനം വരുമ്പോൾ അതൊന്നും എനിക്ക് തന്നെ നോക്കട്ടെ എന്നൊക്കെ പറയും. കൊള്ളാം. ശരി, നമ്മൾ ഇനി അടുത്ത എന്ത് സൗണ്ടാ കേൾക്കാൻ പോകുന്നത്? നമുക്ക് പ്ലാസ്റ്റിക് കവറിന്റെ കുറഞ്ഞ ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്, ശബ്ദമില്ലാത്ത. അത് നമുക്ക് മഴ നോക്കാം. ഓക്കെ, മഴയാണ് പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. കേട്ടു നോക്കാം. അയ്യോ, കാറ്റ്
പക്ഷെ ആ കാറ്റിനാണോ വന്നേ? കാറ്റും മഴയും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ചിരി കണ്ടോ? സിമ്പിൾ. ജോൺസൺ മാഷിന്റെ ഒരു പാട്ടും കട്ടക്കാപ്പി നമുക്ക് ഇനി അടുത്ത എന്ത് സൗണ്ടാണ്? തീയരിയുന്ന ശബ്ദം നമുക്ക് തീ എരിയുന്നത്. ആ ആഹാ. അടിപൊളി. അത് കലക്കി ജിനീഷ. സൂപ്പർ. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇവിടെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വലിയ മൈക്കിൽ ഇത് എങ്ങനെയാണ് എഫക്റ്റ് എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇവിടെ നേരിട്ട് ഇത് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അടുത്ത് അറിയാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷെ എന്തായാലും ഗംഭീരമായിരുന്നു. താങ്ക് യു.